ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വരച്ചത് നോർമൽ നെറ്റ്വർക്ക് ഡയഗ്രമാണ്. അതായത് നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷനും തന്ന് നിങ്ങൾക്ക് ആക്ടിവിറ്റിയും തന്നിരിക്കുന്നു. 1 to 2, 2 to 3, 4 to 5 അങ്ങനെ തന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രിസീഡിങ് ആക്ടിവിറ്റി, അതായത് മുമ്പ് നടന്നിരിക്കുന്ന ആക്ടിവിറ്റി, ദ ആക്ടിവിറ്റി വിച്ച് ഒക്കേഴ്സ് ബിഫോർ, അത് വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് നമുക്ക് ആക്ടിവിറ്റീസിനെ ഡ്രോ ചെയ്യണം. കണ്ടല്ലോ, എ തുടങ്ങി എൻ വരെയുണ്ട്. ദെൻ പ്രിസൈഡിങ് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ആദ്യം ഫസ്റ്റ് ആക്ടിവിറ്റി 1 എന്ന ആക്ടിവിറ്റിയും തുടങ്ങണം. നോക്കിക്കോ, എയും ബിയും, അതിന് മുമ്പ് പ്രിസൈഡിങ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് എയിലും ബിയിൽ നിന്നുമാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് എ ആൻഡ് ബി. അത് രണ്ടും ഒരു ഇതിലേക്ക് പോയി ചെന്നു. ഞാൻ 2 3 കൊടുക്കുകയാണ്. നോക്കിക്കോ, ദെൻ സിയും ഡിയും എന്ന് പറയുന്നത് എയുടെ പ്രിസൈഡിങ് ആക്ടിവിറ്റിയാണ്. എ ആണ് അതിൻ്റെ പ്രിസൈഡിങ് ആക്ടിവിറ്റി. അതായത് എയിൽ നിന്ന് വേണം സിയും ഡിയും പോവാൻ. എയിൽ നിന്ന് വേണം സിയും ഡിയും. അപ്പം തന്നെ നോക്കിക്കോണം അടുത്ത പ്രിസൈഡിങ് ആക്ടിവിറ്റി എവിടെയാണ് വരേണ്ടത്. നോക്ക്, ബിയും സിയും കൂടി ചേർന്നിട്ടാണ് ഇയും എഫും ജിയും വരുന്നത്. കണ്ടോ, സി എയുടെ പ്രിസൈഡിങ് ആക്ടിവിറ്റി ആണെങ്കിൽ ഇയുടെയും എഫിൻ്റെയും ജിയുടെയും പ്രിസൈഡിങ് ആക്ടിവിറ്റി സി ഉണ്ട്. സോ ബി ഇവിടെ ഉണ്ട്. അപ്പോൾ ബിയും സിയും കൂടി ചേർന്ന് ഇതിലേക്ക് പോകും. അപ്പോൾ എയിൽ നിന്ന് ഇതാണ് സി, മനസ്സിലായോ? ഈ സിയും ബിയും കൂടി ചേർന്നാലാണ് നമുക്ക് ഇയും എഫും ജിയും കിട്ടുള്ളൂ. ദെൻ ഡിയുടെ പ്രിസൈഡിങ് ആക്ടിവിറ്റി, ഡി വേറെ എവിടെയാണ് വരുന്നത്? ഡിയും ഇയും കൂടി ചേർന്നത്. അപ്പോൾ ഡി നേരെ പോയാലും കുഴപ്പമില്ല. ഇതാണ് ഡി. കണ്ടോ, ബിയും സിയും കൂടി വന്നിട്ടാണ് ഇത്. ബിയും സിയും കൂടി വന്നിട്ട് ഇനി ഏതൊക്കെ വേണം നോക്ക്. ബിയും സിയും കൂടി 3 വേണം. ഇ എഫ് ജി. സോ ഇ എഫ് ജി അത് വരയ്ക്കുന്നതിന് മുമ്പ് അടുത്ത് നോക്കണ്ടെന്നാ, ഡിയും ഇയും കൂടി കൂടിയാലാണ് എച്ച് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഡിയിലേക്ക് ചെന്നാലാണ് ഇവിടെ നിന്നാണ് എച്ച് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പം ഇവിടെ നിന്ന് ഇതിലേക്കാണ് ചെല്ലേണ്ടത്. കണ്ടോ, മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, ഡിയും ഇയും കൂടി കൂടിയാലേ എച്ച് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇനി ബിയും സിയും കൂടി കൂടിയിട്ടില്ലേ ഉള്ളതിലാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേ നോക്ക്, ബിയും സിയും കൂടി ഇ ഉണ്ടായി. പക്ഷെ ഇയും ഡിയും കൂടി കൂടിയാലാണ് എച്ച് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇനി ബിയും സിന്നും വരേണ്ടതാണ്. വേറെ ഏതൊക്കെയാണ്? എഫും ജിയും വേണം. എഫും ജിയും വേറെ എവിടെയെങ്കിലും വേണം നോക്കിക്കേ. എഫ് എന്ന് പറഞ്ഞ ഐയുടെയും ജെയുടെയും ഇതാണ്, വേറെ ഒന്നിലും വരുന്നില്ല. ജി എന്ന് പറയുന്ന കെയുടെ ഇതാണ്. സോ അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി ഞാൻ എഫിനെ എടുത്തു, ജീനെ ഞാൻ എടുത്തു. 5 6 ഉണ്ടാവും. ഇനി എന്താ? ഡിയും ഇയും കൂടി കൂടുന്നതാണ് എച്ച്. ഡിയും ഇയും കൂടി കൂടുന്നതാണ് എച്ച്. ഇതാണ് എച്ച്. 5 6 7 കണ്ടോ? അപ്പോൾ ഈ എച്ച് വരെ ഉള്ളത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി എഫിൽ നിന്നാണ് ഐയും ജെയും വേണ്ടത്. എഫ് ആണ് ഐയുടെയും ജെയുടെ ഇത്. സോ ഇവിടെ നിന്ന് വേണം ഐയും ജെയും പോകാൻ. അപ്പോൾ ഇനി ഐക്ക് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഇതേ എച്ചും ഈ വന്നിരിക്കുന്ന എച്ചും ഐയും കൂടി കൂടിയാലാണ് എല്ലും എമ്മും ഉണ്ടാവുള്ളൂ. കണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എഫിൽ നിന്ന് പോണ ഐ എച്ചിലേക്ക് ചെല്ലണം. കണ്ടോ? മനസ്സിലായോ? എഫ് ഇത്. പിന്നെ ഏതാ വേണ്ടത്? എഫിൽ നിന്ന് വേണ്ടത് ജെയാണ്. ജെ ഇപ്പോൾ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ജെയ്ക്ക് എന്താണുള്ള ഒറ്റ വിധമുള്ളൂ, എന്നിലേക്ക് മാത്രമേ ജെയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ജെനെ ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോ. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 8 എഴുതാം. ജെ വരെ ആയി. കണ്ടോ? ഇനി കെ എന്ന് പറയുന്നത് ഏതാ? ജിയുടെ ഔട്ട്പുട്ടാണ് കെ. ഈ കെ നോക്കിക്കേ, കെ എവിടെ ആവശ്യം വരുന്നത് നോക്കിക്കേ. ജെ കെ എൽ. അപ്പം ജെയും കെയും ഒരുമിച്ചായിരിക്കണം. കണ്ടോ? ജെയും കെയും ഒരുമിച്ചായിരിക്കണം. കെ ക്ലിയർ ആയല്ലോ?
ഇനി ഇപ്പം കെ എഴുതി. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എച്ചിൻ്റെ ഔട്ട്പുട്ടാണ് എച്ചിൻ്റെ ഔട്ട്പുട്ടാണ് എം. ഈ പക്ഷേ ജെയും കെയുടെയും കൂടെ വരണം. സോ എല്ലിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എം ഇവിടുന്ന് ഔട്ട്പുട്ട് ആവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് എം 9. ഇനി നോക്കിക്കേ, എന്ന് പറഞ്ഞാൽ എന്താ? ജെ കെ ആൻഡ് എൽ. ജെ കെ എൽ. ഈ വന്നിരിക്കുന്നത് ഡയഗ്രം തീർന്നു. കണ്ട ക്വസ്റ്റ്യനും ഇങ്ങോട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല ഇപ്പം. ഓക്കെ, ഒറ്റയടിക്ക് നോക്കിക്കേ. എ ആണ് ആക്ടിവിറ്റി. എയുടെയും ബിയുടെയും പ്രിസൈഡിങ് ആക്ടിവിറ്റി ഒന്നുമില്ല. സിക്കും ഡിക്കും എയിൽ നിന്നാണ് വരേണ്ടത്. സോ എ സ്റ്റാർട്ട് ചെയ്തു. എക്കും ബിക്കും പ്രിസൈഡിങ് ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് 2 ആക്ടിവിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. സി എന്ന് പറയുന്നത് എയുടെ പ്രിസൈഡിങ് ആക്ടിവിറ്റിയാണ്. സിയും ഡിയും. സോ എയിൽ നിന്ന് വന്നു, സിയും പോയി, ഡിയും പോയി. ബിയുടെയും സിയുടെയും ഔട്ട്പുട്ടാണ് EFG. സോ EFG ബിയുടെയും സിയുടെയും ഔട്ട്പുട്ടായിട്ട് പോയി. ഡിയും ഇയും കൂടി ജോയിൻ ചെയ്യുന്നതാണ് എച്ച് എന്ന് പറഞ്ഞേക്കുന്നത്. ഐ എന്ന് പറയുന്നത് എഫിൻ്റെ പ്രിസൈഡിങ് ആക്ടിവിറ്റിയാണ്. ഐ ജെയും കണ്ടോ. ജിയുടെ പ്രിസൈഡിങ് ആക്ടിവിറ്റിയാണ് കെയുടെ പ്രിസൈഡിങ് ആക്ടിവിറ്റിയാണ് ജി. ദെൻ L M N. കണ്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിച്ച് ചോദിക്കുക. ഇങ്ങനെ ചില സമയത്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതായത് ഡയറക്റ്റ് നെറ്റ്വർക്ക് അല്ലാതെ പ്രിസൈഡിങ് ആക്ടിവിറ്റി ചെന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ മനസ്സിലായി എന്ന് ഊഹിക്കുന്നു.